അപ്പോൾ ശബ്ബ കീഴൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. സിമ്പിൾ കയറാൻ പോകുന്നത് അല്ലേ ബാബു? യെസ്. റൂബി ഇങ്ങനെ ആമി നോക്കിയിട്ടിറങ്ങേ. അബ വരും തണുപ്പുണ്ടോ? എൻ്റെ മുടി പൊക്കി വെച്ച് കേട്ടി. പാപ്പുനെ ഇറങ്ങണോ? ഓക്കെ, അത് വരട്ടെ കേട്ടോ. തണുപ്പാണ്. ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ വെള്ളം കുറവുള്ള. അതെ അതെ. എന്താടാ ആമിക്ക് പേടിയാ, അല്ലെങ്കിലേ വെള്ളം പേടിയാ. അവിടെ റൂം പാപ്പുനെ ഇറങ്ങണം. അല്ല അബ്ബ പോയിട്ട് വരട്ടെ. ബ്ലോഗില് വന്ന ആളാണ്. മുഖത്ത് ഭയങ്കര ഫോൺ അടിക്കണ്ട. ഭയങ്കര പേടിയിലാണ്. ബൈ. ഏറ്റവും പേടിയുള്ള ആളാണ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എത്താ നനയണ്ട. പാപ്പുന് പോണോ? അപ്പൊ എടുത്തിട്ട് നിക്ക് ഞാൻ റെഡി ആക്കി തരാം. ഡ്രസ്സ് ശരിയാക്കി തരാം. ഹായ്. അവിടെ ഒരാളുടെ പേടിയാണ്. പാപ്പുന് പേടിയില്ലല്ലോ. വിളിക്കാണോ? ഓക്കെ. നീ ആമ ആ വെയിലുള്ള ഭാഗത്തേക്ക് പോയി, കുറച്ചുകൂടെ വെയിൽ കൊള്ളാലോ. അവിടെ പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇങ്ങനെ ഫിഷിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ. ഇത് മറ്റേ ആമ ആ കാർട്ടൂൺ ക്യാരക്ടർ അല്ലേ? എന്താണ്? ഓക്കെ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഞാൻ വരാം. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് നല്ലൊരു അടിപൊളി സ്പേസ് ഉണ്ട്. നമുക്ക് ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റും. മീനുണ്ടോ? ഇതാ മേലെ മേലെ. അല്ല, എന്നാലൊരു തടസ്സത്തിന് ഉണ്ടായിക്കോട്ടെ. അവള് താഴെ പോണ്ട. ഹലോ. സ്വിമ്മിങ്ങിന് വന്നിട്ട് എന്താ സ്വിമ്മ് ചെയ്യത്തെ? അറിയില്ല. അറിയോ? സ്വിമ്മിങ് അറിയുന്നില്ല, ഇഷ്ടമാണ്. ധൈര്യമില്ല. പാപ്പുന് നല്ല ധൈര്യമുണ്ട്. പാപ്പുന് പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവള് കരഞ്ഞില്ലല്ലോ. സൂപ്പറാണ് അല്ലേ പാപ്പു? നിന്നെ
എന്നെ ഒരാൾ വേണ്ടി വരും റെഡിയാക്കി തരാൻ. പിന്നെ വിടാൻ ഒരാളും വിടാം അല്ലേ അപ്പോ ആ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഇതാവാനല്ലേ ടോയ്ലറ്റ് ഉണ്ട്. ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് കള്ളി പെണ്ണ്. എന്താ പേടിയായോ? മുങ്ങിയോ? മുഴുവൻ മുങ്ങണ്ടല്ലോ. പാടി പോപ്പു. ആമി പാടി കൊടുക്കുന്ന അവള് പാടും. റൂമിലുള്ളപ്പോ നീന്തൽ പഠിക്കാൻ പറ്റില്ലടാ. പേടിക്കണ കൈ തുഴഞ്ഞോ? അല്ലെങ്കിലേ പേടിയില്ലേ ആമി? പേടിയില്ല. അത് ക്യാമറ ഓണ ഇപ്പൊ പേടി പോയി കേട്ടോ. ഇതുവരെ പേടിച്ച് കരഞ്ഞു. ഒന്നുമില്ല ഒന്നുമില്ല. ഒറ്റക്ക് ധൈര്യത്തില് ചെയ്യും. അമ്മ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വാ, നീന്തിട്ട് വാ. വാ വാ ഇങ്ങോട്ട് വാ. വെളിച്ചം വെളിച്ചം എടുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ നീന്തി വാ. അങ്ങനെ തന്നെ നീന്താൻ പഠിക്കാം. ഇടയ്ക്കൊന്ന് മുങ്ങിയെന്നൊക്കെ വരും. അതൊന്നും പ്രശ്നമൊക്കെ ഉണ്ടല്ലോ.
എവിടുന്ന്? വാ വാ ഇങ്ങോട്ട് വാ, നീന്തി വാ. Come on. അത് ആദ്യം ഇങ്ങനെ തുഴഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇപ്പം തന്നെ നിനക്ക് കുറച്ച് പോകാൻ പറ്റുന്നില്ലേ? അങ്ങനെ കൈ കൊണ്ട് വെക്ക്, കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ 2 കൈ കൊണ്ട്, ഒരു കൈ അപ്പുറത്തും ഒരു കൈ ഇപ്പുറത്തും. ഇല്ല ഇല്ല, വാ അങ്ങനെ ആ കൈ ഈ കൈ ഇങ്ങനെ 2 കൈ വെച്ച് തുഴഞ്ഞ് വാ. അപ്പം അങ്ങനെ പോകാൻ പറ്റുമോ? വാ. ഓളടുത്തുനിന്ന് മാറിക്കോളൂ, പഠിക്കാണ്. തെറ്റാൻ പാടില്ല. വാ നീന്ത്. വെയിൽ വെള്ളമായിരിക്കുകയാണോ? സൺബാത്തിങ് റൂബി. മതിയോ ബാപ്പു, പോവാനായോ? കഴിഞ്ഞോ? അല്ലോ അടിക്കണല്ലേ? അങ്ങനെ എല്ലാ ദിവസവും വന്നിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് മുമ്പ് പഠിപ്പിക്കാം. ക്ലാസ് തുടങ്ങുന്നത് പാപ്പ വെയിറ്റ് ചെയ്യാം. അതെ. അപ്പോൾ അതാ നമ്മൾ പൂളൊക്കെ ചെയ്ത് കഴിഞ്ഞു, പൂൾ ടൈം കഴിഞ്ഞു. ഇനി നീന്താനൊന്നും അറിയില്ല, പക്ഷെ മറ്റേ കുട്ടികളുടെ ഇതുണ്ടാവില്ല, അതൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇത് മറ്റേ കുറച്ച് വലുതാണ്, അങ്ങനെ നീന്താൻ ഞാൻ ഇതില് പറ്റുന്നില്ല. എൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഭൂമി കാലൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പം ദേഷ്യം പിടിച്ചിരിക്കാം കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ വന്നിട്ട് തന്നെ കുറേ സമയമായി നമ്മൾ വന്നിട്ട്. ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ് അത്രയും സമയം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഞാൻ നിൽക്കുന്ന എന്തിനറിയോ, എനിക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, പക്ഷെ പേടി. വെള്ളം പേടിയാണ്, പക്ഷെ മുങ്ങി പോവോ അങ്ങനെയുള്ള പേടി. അപ്പം എനിക്ക് പോയിട്ട് എല്ലാവരും അവർക്ക് പേടിയില്ല. അതിപ്പോ വലുതായ നോക്കിക്കോ, എനിക്ക് ഇറങ്ങണം, പാപ്പന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലമാണ്. പാപ്പു ദീദി റെഡി ആയിട്ട് വരാം, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫുൾ ടൈം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലാറ്റിൽ പോയി കുളിച്ച് ഫ്രഷ് ആകാൻ പോവാൻ. മാമി കീ കൊടുത്തിട്ടോ, നമ്മൾ പോവാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടെ. ഓ ഇതിങ്ങനെ ആവില്ല, ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്നത്തെ പരിപാടി. പോയി കുളിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല, എല്ലാവരും കഴിച്ചു. ഞാൻ മഫിൻസാണ് കഴിച്ചത്.